ഇന്ന് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. ഈ ഒരു ഹെയർ ജെല്ല് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടിയുടെ ഉള്ളു കൂടുന്നതിൻ്റെ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാനും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് 6 മാസത്തേക്ക് വേനൽക്കാലമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ മുടിയിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മുടിക്ക് ഉള്ളില്ല, മുടി വളർത്തിയെടുക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് മുടി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചും ഉപയോഗിക്കാം കേട്ടോ. എത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം റിസൾട്ട് തരുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അതിനായിട്ട് ഇന്ന് ഞാനിവിടെ ആദ്യം എടുക്കണത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്. ഇനിയിപ്പോൾ നാടൻ ചെമ്പരത്തി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടച്ചെമ്പരത്തിയോ അതല്ലെങ്കിൽ കളർ ചെമ്പരത്തി ഉണ്ടല്ലോ, മഞ്ഞ കളർ, ഇതിൻ്റെ തന്നെ വേറെ മഞ്ഞ കളറുള്ള ചെമ്പരത്തി, അതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെമ്പരത്തിയുടെ പൂവായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുക്കാം. പക്ഷേ പൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി കണ്ടിട്ട് കൊതിയായി. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതേ ഇല്ല, വേറെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ചെമ്പരത്തി കണ്ടപ്പോഴുണ്ടല്ലോ വിടാൻ തോന്നിയില്ല. കാരണം അത്രമാത്രമാണ് നമുക്ക് മുടിയിൽ റിസൾട്ട് തരിക. മുടി വളരാനും മുടിക്ക് പ്രത്യേകിച്ച് ഉള്ളു കൂട്ടിയെടുക്കാൻ അടിപൊളിയാണ് നമ്മുടെ ചെമ്പരത്തി കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂ ഫ്രഷ് ആയിട്ടുള്ളതും തലേ ദിവസത്തെ ഉണങ്ങി നിൽക്കുന്നതുണ്ടല്ലോ, അതും ഞാൻ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 10-50ഓളം ചെമ്പരത്തികൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയാലും ഇത് കളയരുത്. തലേ ദിവസത്തെയും പുതിയതും പഴയതും എല്ലാം എടുത്തോളൂ കേട്ടോ. അത്രമാത്രം റിസൾട്ടാണ് നമുക്ക് തരിക. ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ പഴയ പൂ ഉണ്ടല്ലോ, അത് അതിൻ്റെ നടുവിലുള്ള ആ പൂ മാതിരി ഉള്ളത് മാത്രം പറിച്ച് കളഞ്ഞ് മുഴുവനായിട്ടും തന്നെ ആ തണ്ട് കൊടുക്കുന്ന തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ രണ്ടാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും. ഞാനിത് വെറും 30 രൂപയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ചീപ്പായിട്ടുള്ള റേറ്റ് മാത്രമേ നമ്മുടെ ഈ ഒരു ചണവിത്ത് ഫ്ലാക്സ് സീഡിനുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ വേറെ ലെവലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഫ്ലാക്സീഡ് ഹെയർ ഗ്രോത്തിന് എത്രമാത്രം നല്ലതാണെന്നുള്ളത്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാനും omega-3 ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ നിർബന്ധമായിട്ടും നമുക്ക് വേണ്ട ഒന്നാണ്. അത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡിലോട്ട് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ ത്രിബിളും അതിനപ്പുറമാണ് കേട്ടോ. അതെനിക്ക് പേഴ്സണലി അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഫ്ലാക്സ് സീഡ് നിങ്ങൾ ഒഴിവാക്കരുത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ പൊടിയുള്ളത് കൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്ത് ഞാൻ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ആ വെള്ളത്തോട് തന്നെ ഈ ചെമ്പരത്തിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു മീഡിയം ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് അളവ് തെറ്റരുത് കേട്ടോ. കാരണം വെള്ളം കൂടി പോയാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു മീഡിയം ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരെ നമ്മൾ അടുപ്പത്ത് കൊണ്ട് വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിയിലോട്ട് നമ്മുടെ ചൂട് തട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ കളറ് ഡിമ്മായിട്ട് നമ്മുടെ ചെമ്പരത്തി ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ജെല്ല് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജസ്റ്റ് ചൂട് തട്ടിയിട്ടേ ഉള്ളൂ, പക്ഷേ വെള്ളം മുകളിലേക്ക് പൊന്തി വെള്ളത്തിന് നല്ലൊരു കളർ ചേഞ്ച് ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഫുള്ളായിട്ട് തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇണങ്ങി ചേരും കേട്ടോ. ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. എന്നാലാണ് ഇതൊന്നുമല്ല കളറ്, ശരിക്കുള്ള കളറ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് ഇത് തിളച്ച് നമ്മുടെ വെള്ളത്തിലോട്ട് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെയും നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെയും ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ പച്ചവെള്ളം എന്നുള്ളത് നല്ലൊരു കുഴമ്പ് വെള്ളമായിട്ട് ഒരു ജെല്ലി ഫോമിലായിട്ട് വരും. അതേപോലെ തന്നെ നിങ്ങൾ
നിങ്ങളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 10 to 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ടും തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കളറ് മാറി ജെല്ലായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ക്ഷമയോട് കൂടിയിട്ട് 10 to 15 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഇതിങ്ങനെ നൊരച്ച് പൊന്തി വരും. അത് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാനും കഴിയും. അങ്ങനെ നൊരച്ച് പൊന്തി നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് ജീവനില്ലാത്ത പോലെ ആയി മാറിയിട്ടുണ്ടാവും നമ്മുടെ ചെമ്പരത്തിക്ക്. അതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ലിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഈ ഒരു ജെല്ല് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ. എന്താണെന്നറിയാമോ, ഇതിൻ്റെ കളറ് അത്ര മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ ഈ ഒരു ജെല്ലിന് ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടനെ തന്നെ നമ്മളിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാതെ ചൂടാറിയിട്ട് അരിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജെല്ല് കിട്ടാൻ പോകണില്ല. നമ്മുടെ ഫ്ലാക്സീഡിലും ചെമ്പരത്തിലും നമ്മുടെ ജെല്ല് ഫുള്ളായിട്ട് പറ്റി പിടിച്ചിട്ട് പിന്നെ നമുക്ക് കൈകൾ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട വരും. അങ്ങനെ ആയാലും പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കേട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത പാടെ വലിയൊരു അരിപ്പി ഉപയോഗിച്ച് ഇത് നല്ലപോലെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എൻ്റെ കുഞ്ഞരിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ 2-3 തവണകളായിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുത്തത്. നിങ്ങൾ വലിയ അരിപ്പി എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു അരിപ്പിയിലോ അതല്ലെങ്കിൽ വലിയൊരു പോളിസ്റ്ററിൻ്റെ ഷോൾ വെച്ചിട്ടോ നിങ്ങൾക്കിത് അരിച്ചെടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അരിപ്പി ആയിരിക്കും, വലിയ അരിപ്പി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഫുള്ളായിട്ട് ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഹെയർ ജെല്ലിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെയോ രാത്രിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാം, വാഷ് ചെയ്യാതിരിക്കാം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷവും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ബെസ്റ്റ് സമയം എന്ന് പറയുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് രാത്രിയിൽ ഉപയോഗിക്കാനാണ് കേട്ടോ. കാരണം ഞാൻ രാത്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രാവിലെയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. രാത്രിയും രാവിലെയും ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കാതെ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് വിടും കേട്ടോ. അപ്പം നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. അങ്ങനെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ മുടി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിലാണ് മുടി വളരുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നമുക്ക് മുടി വളരുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് എക്സ്ട്രാ ഒരു കെയറും കൂടി നമ്മൾ രാത്രി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, അത് 4 മടങ്ങ് സ്പീഡായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഇതേപോലെ ഒരു ഡ്രോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതല്ലെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി മാത്രം കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഒരു ബൗളിലെടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വകച്ചിലെടുത്ത് ഓരോ ലെയറുകളിലും വകച്ചിലും വെച്ച് സ്കാൽപ്പിൽ തട്ടണം. അങ്ങനെ ഓരോ ഭാഗത്തും വെച്ച് സ്കാൽപ്പ് ഫുള്ളായിട്ട് കോരി ഒഴുക്കുകയല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി നമുക്ക് ഒരു ലെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ്, നോർമലായിട്ടും ഇൻവേഷൻ മെത്തേഡിലും നല്ലൊരു മസാജും കൂടി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജെല്ല് ഈവണായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് സ്പ്രെഡ് ആവാനും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത്, അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഈവണായിട്ട് തിക്നെസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും മുടിയുടെ മുകൾ വശത്തൊക്കെ നല്ല തിക്നെസ് ഉണ്ടാവും. പക്ഷെ താഴെ വരുന്ന സമയത്ത് ഇങ്ങനെ കോഴിവാല് പോലെ ഇങ്ങനെ വാല് പോലെ കിടക്കുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. അത് പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ എല്ലായിടത്തും എത്താത്തത് കൊണ്ടാണ്. അതല്ലാതെ മുടി വളരുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒരിടത്ത് മുടി ഷോർട്ടായിട്ടും ഒരിടത്ത് മുടി ലെങ്ത്തായിട്ടും ഒരിടത്ത് തിക്നെസ് ഉള്ളതും ഒരിടത്ത് തിക്നെസ് ഇല്ലാത്തതിൻ്റെ ഒക്കെ റീസൺ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ജെല്ല് അപ്ലൈ ചെയ്യേണ്ടത്. രാത്രിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി കെട്ടിവെച്ച് നമുക്ക് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം നമുക്ക് ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ ഷാമ്പൂ ഇട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത മുടിയിൽ ഇന്ന് രാത്രി ഈ ഒരു ജെല്ല് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ട. വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമേ ഇല്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് ഓഫീസിലേക്ക്
പോകണം. കുളിച്ച ഒരു ലുക്ക്, ഫ്രഷ് ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് മുടി ചീവി കഴിയുമ്പോൾ ഫ്രഷ് ലുക്ക് കിട്ടും. അങ്ങനത്തെ ട്രിക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു തന്നത്? അതോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറഞ്ഞു പോണതാണ് കേട്ടോ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് അയച്ച് ചോദിക്കാം. അതിനുള്ള റീപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കും. പക്ഷേ സമയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരാളല്ലല്ലോ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരുന്നതാണ്. അതല്ലാതെ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരാത്തതല്ല. തീർച്ചയായിട്ടും ഒരു ദിവസം 2 ദിവസം വൈകിയാലും ഞാൻ റീപ്ലൈ തന്നിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുടി വളർത്തിയെടുക്കണം, മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കണം എന്നുള്ളവർ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൂടെ അവിടെ ഉറക്കത്തിലാണ് കേട്ടോ. അവൻ അമ്മ വീഡിയോ ഷൂട്ട് ചെയ്തോ ഞാൻ TV കണ്ടിട്ട് കിടക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. ഇനി നമ്മൾ അവനെ എടുത്ത് നമ്മൾ റൂമിൽ കൊണ്ട് കിടത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു റെമഡി മിസ് ചെയ്യരുത്. കാരണം അത്രമാത്രം റിസൾട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.